ഈശ്വര, സർവ്വതും மங்களமாய் பவிக்கணே. கவலையே படாதீங்க, பொண்ணு உங்க அம்மா மாதிரி அழகா இருக்கும். எது என் பொண்டாட்டி மாதிரியா? வாங்க திரும்பி வீட்டுக்கு. ഈ തറവാട്ടിലെ ഏട്ടനും അനിയനും മറ്റൊരു വലിയ തറവാട്ടിലെ ഏട്ടത്തെയും അനിയത്തെയും കെട്ടുന്നതിൽ ഒരു തരക്കേടുമില്ല. എന്തേനു பொண்ணு ரெண்டு தக்காளி பழங்க, பச்சையா பழுத்துதா. மூத்தது கொஞ்சம் பச்சை, ரெண்டாவது படுபச்சையா? இளையது நல்ல பழங்க. പെണ്ണാളെങ്ങനെ? നല്ല തക്കാളി, തക്കാളി പോലത്തെ പെണ്ണുങ്ങള്. പച്ച തക്കാളിയോ പഴുത്ത തക്കാളിയോ? മൂത്തവൾ ഇത്തിരി പച്ച, ഇളയത് ഇത്തിരി പഴുത്തതാ. என்ன அங்க கொண்டு போய் கொடுக்குது? ഞാനാ നീന, ഏട്ടന്മാര് വരാ. അയ്യോ, പരിചയപ്പെടുത്താനങ്ങ് മറന്നുപോയി. മൂത്തവൻ അവൻ ജയകൃഷ്ണൻ, രണ്ടാമൻ വാച്ചുമാൻ ആരൊന്നു കേട്ടേൻ, നമ്പ്യാരെന്ന് ചൊല്ലിനേൻ. വാച്ചുമാൻ കേട്ടതാ കോപിച്ചു, മേനോനെ പൊറുക്കണേ. പഴുത്ത തക്കാളി കൊടുங்க. അമ്മാടി രുക്മിണി, നീ വാമ്മ. திடீர்னு இருட்டான மாதிரி இருந்தது இல்ல? ഞാനാ നീന, ഏട്ടന്മാര് വരാ. അയ്യോ, പരിചയപ്പെടുത്താനങ്ങ് எனக்கு பார்த்த இளைய பொண்ணு எனக்கு பிடிச்சிருக்குப்பா. எனக்கு இளைய பொண்ணு தான் பிடிச்சிருக்கு. அண்ணா என் லைன்ல എനിക്കിളയല്ലേ? നല്ലതാ, എനിക്ക് മതി. നിന്റെ കാര്യം എങ്ങനെ? എനിക്ക് ഇളയതിനെ മതി. എടാ, നിനക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന മൂത്തതിനെയാ. അതിന് എനിക്ക് വേണ്ട, അതിന് മൂപ്പിത്തിരി കൂടും. എന്തൊരു ചൊറിച്ചില്. இந்த மாதிரி வேலையெல்லாம் நீ செய்யலாமா? உன் கை என்னத்துக்கு ஆகும்? நான் பாத்துக்கிறேன். ഞാൻ തറക്കാം. പവിഴം ഇനി അവൾക്കൊരു ആണിയടിക്കാൻ നീ എന്തിനാ ജയകൃഷ്ണ കഷ്ടം? ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഒന്ന് നിക്കാൻ പറ്റണ അവസ്ഥയിലല്ലായിരുന്നു. നിലം തൊട്ടില്ല, ഓട്ടായിരുന്നു ഓട്ടം. ആരോട് പട്ടിനെ വിളിച്ചേ? ചേട്ടായി അല്ല, നായ നക്കിയതാ. ഒരു കയ്യബദ്ധം, നാറ്റുകരുത്. ചൊറിച്ചിൽ വന്ന ചൊറിഞ്ഞല്ലേ പറ്റൂ, പകരം തെറി പറഞ്ഞിട്ട് കാര്യമില്ലോ അല്ലേ? മണി എന്നിരിക്കും 12. പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിര. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട എന്ന് പറഞ്ഞെങ്ങനെ? ராத்திரி நேரத்துல இங்க என்ன பண்றீங்க? மடியில மாத்திரை வச்சிருந்த கீழே வந்துருச்சு. ഇവിടെ എങ്ങാണ്ടാണല്ലോ വീണത്. എല്ലാരും എന്തോന്നാ തപ്പിക്കളിക്കുന്നത്? എന്റെ കയ്യിൽ നിന്നൊരു ഗുളിക താഴെ വീണു, അത് തിരയായിരുന്നു. അല്ല, ഞാൻ വന്നത് ഒരു ചെറിയ കാര്യത്തിനാ. ഞാൻ തന്നെ തുറക്കാം. ആദ്യത്തെ അടി എന്റെ കൈ കൊണ്ട് തന്നെ ആവട്ടെ.